വളരെ ഒരു സന്തോഷമാണ്. കാരണം അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പാലക്കാടൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാനിവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പോകുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പാണ്. ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ്. അപ്പോൾ അത് നല്ല എക്സസൈസും ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം ഇവിടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതെല്ലാം ഏറ്റവും മോഡേണാണ്. ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇതിൻ്റെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പോൾ എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞല്ലേ, അത് വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ഇതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിൻ്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവരത് ചെയ്യണമായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു പിഴവുണ്ടായി കഴിയുമ്പോൾ ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിഴവ് പറ്റി, കൊച്ചിനാണ് പറ്റിയത്. നമ്മൾ ആ പിഴവ് പരിഹരിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോയി ചെയ്യുക. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം ഞാൻ വിചാരിച്ചൊരു വ്യക്തി ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എത്രയോ പേരാണ് എന്നെ വിളിച്ചത്. അത് സാറ് ചെയ്യേണ്ട, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് എന്തോരം ആളുണ്ട് ഈ നാട്ടിൽ സഹായിക്കാൻ പറ്റിയ നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ അപ്പോൾ ഗവൺമെൻറ്റിന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറയില്ല, 5 വർഷം കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്നൊരു സ്ത്രീ, അവരുടെ വേദന എന്തായിരുന്നു അറിയാം? 5 കൊല്ലക്കാലത്തെ വേദന. എന്നിട്ട് പിന്നീടാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് ചെയ്തപ്പോൾ അകത്ത് പോയതാണ്. എന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പെയിനാണ് അത് ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. കാരണം സമരം ചെയ്ത് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ സമരത്തിന് പോയി. പിന്നെ എനിക്ക് തന്നെ കുറ്റബോധമായി. സമരം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു ചികിത്സാ സഹായം. ഗവൺമെൻറ് ഒന്ന് ചെയ്യണ്ടേ? ഞാൻ അതാണ് നിയമസഭയിൽ ചോദിച്ചത്. രാഷ്ട്രീയം അല്ലാതെ ഏത് ഗവൺമെൻറ് ആയാലും ഒരു മനസാക്ഷി വേണ്ടേ നമുക്ക്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുരന്തം പറ്റുമ്പോൾ പറ്റി അത് നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അവരെ കൊണ്ട് പറ്റില്ല. താങ്ങാൻ പറ്റുമോ ഇത്? ഇങ്ങനത്തെ ഇത്രയും പണമൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു വീട് പോലും സ്ഥലം പോലും 1 സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് നമുക്കൊന്നും സ്ഥലവും വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചിനൊരു സന്തോഷമായിട്ട് വീട് വേറെ ആൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥലവും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള